ഗൈസ് ഒരു ബിഗ്ഗസ്റ്റ് അനൗൺസ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് ട്രാവൽ പോകാനുള്ള പ്ലാനാണ്. അപ്പം കറണ്ട് എൻ്റെ കയ്യിൽ ഈ ബൈക്കാണ് ഉള്ളത്. ഈ ഡ്യൂക്ക് 390 Gen 3 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് പാടാണ് നമുക്ക് ലോങ് ഇത്രയും ദൂരമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വേറൊരു വണ്ടി എടുക്കാൻ. സോ നമ്മളിന്ന് 2 വണ്ടികൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാൻ പോവാം. അപ്പോൾ 2 വണ്ടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാരണം ഈ Gen 3യിൽ നമുക്ക് ഏകദേശം 3700 കിലോമീറ്റർ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പം Gen 3യിൽ പോകുന്നത് അത്ര സുഖകരമായിരിക്കില്ല. കാരണം ലഗേജ് വയ്ക്കാനുള്ള പാടായിരിക്കും, സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിയല്ല. അപ്പം നമുക്കൊരു ഓഫ് റോഡ് അഡ്വഞ്ചർ അങ്ങനത്തെ ഒരു കാറ്റഗറി വണ്ടി, പിന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. എനിക്ക് 390 ADV ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, പക്ഷേ അതെനിക്ക് പറ്റുന്ന വണ്ടിയല്ല. അതിൻ്റെ വിൻഡ്സ്ക്രീൻ തന്നെ ഭയങ്കര ടോളാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റൈഡ് ചെയ്യാൻ. പിന്നെ എനിക്ക് അത്രയും ഹെവി ആയിട്ടുള്ള വണ്ടിയുണ്ട്, എനിക്ക് ഭയങ്കര ലൈറ്റായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ 2 വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ട്രിപ്പ് എവിടെയെന്ന് അറിയണ്ടേ. ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറേ ലോങ് ട്രാവലായിട്ടുള്ള ഒരു ഏകദേശം 30-35 ദിവസത്തോളം നിൽക്കുന്ന ഒരു ട്രാവൽ വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. ടൈം എടുക്കും, കാരണം കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ കൂടെ. അതെല്ലാം ചെയ്ത് പിന്നെ നമുക്ക് കുറച്ച് സ്പോൺസേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് സ്പോൺസേഴ്സ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ സ്പോൺസേഴ്സ് ഉണ്ട്. സോ എവിടെയാണ് ട്രിപ്പ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്. ട്രിപ്പ് പോകുന്നത് കേരള ടു ലഡാഖാണ്. സോ അതിന് മുന്നോടിയായി എനിക്കൊരു വീഡിയോ എഡിറ്റർ വേണം. നിങ്ങൾ ആരെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ചെയ്യുക, ലിമിറ്റ്ലെസ് മല്ലു എന്നുള്ള ഇൻസ്റ്റാ പേജിൽ. നമുക്കൊരു വീഡിയോ എഡിറ്ററെ കൂടെ വേണം. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ട്രാവൽ ചെയ്യുന്ന ടൈം എന്തായാലും വീഡിയോ എടുക്കുന്ന കാര്യം നടപ്പുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ മിസ് ചെയ്യാനും പാടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും അയ്യോ ഗിവ് അവേ ഒക്കെ കഴിയുമായിരിക്കുന്നു. ഒരു വിധത്തിൽ നമ്മൾ ഗിവ് അവേ നിർത്തത്തില്ല. എല്ലാ മാസവും ഗിവ് അവേ ഉണ്ടായിരിക്കും. അത് പല ഐറ്റംസ് ആയിരിക്കും. നമ്മളൊരു മെഗാ ഗിവ് അവേ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. മെഗാ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒരു സാധനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ ഈ ചാനലിൻ്റെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, നമുക്ക് അതുപോലെ മലയാളത്തിലൊരു ചാനൽ ഉണ്ടാക്കിയെടുക്കുന്നത്, അതാണ് മെയിൻ ലക്ഷ്യം. സോ ഈ ചാനലിൻ്റെ റവന്യൂവിൽ ഒരു 70% ഞാൻ ഗീവ് അവേ ചലഞ്ചസിനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചാനൽ വളർന്നു വരികയാണ്. നമുക്ക് ഏകദേശം ഈ ഒരു മെഗാ ഗിവ് അവേ നടത്തുന്നത് തന്നെ നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കൂടെയാണ്. സോ നമ്മൾ ചാനൽ വളരുന്നതനുസരിച്ചായിരിക്കും ഗിവ് അവേയുടെ നമുക്ക് സംഭവവും കൂട്ടാൻ പറ്റുന്നത്, അതായത് എമൗണ്ട്, എന്ത് പ്രോഡക്റ്റ് ആണെന്നൊക്കെയുള്ള. സോ അതാണ് ഈ ഒരു ചാനലിൻ്റെ മെയിൻ സംഭവം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രാവൽ വീഡിയോസും ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗും അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എന്താ ചൂട്, ഞാനൊരു പനിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, എങ്കിലും നല്ല ചൂടുണ്ട് ഇവിടെ. പുറത്ത് ക്ലൈമറ്റ് AC ഇട്ടിട്ട് പോലും പിടിക്കുന്നില്ല. എന്തായാലും നമുക്ക് ബൈക്ക് 2 നോക്കാൻ വേണ്ടി പോവാം. പല യൂട്യൂബേഴ്സും ഈ ഗിവ് അവേക്ക് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവരത് നിർത്തിയായിരുന്നു. ഇപ്പം അവർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് കാരണം അത്യാവശ്യം റവന്യൂ ഉണ്ടായിട്ടും അവരൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചാനൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ചാനലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരു റവന്യൂ കിട്ടുന്ന 70% നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ചാനലാണ് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. സോ നമുക്ക് മലയാളത്തിലൊരു മിസ്റ്റർ ബീസ്റ്റ് ചാനൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ആഗ്രഹം. അതിലെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൂടുതലും വാല്യൂ ചെയ്തുകൊണ്ടുള്ളൊരു ചാനലായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ ഒരു ചാനലും കൊണ്ട്. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഷോറൂമിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഷോറൂം കാവസാക്കി. നമുക്ക് അകത്തോട്ട് കയറാം. ഗൈസ്, ഈ വണ്ടിയാണ് ഞാനിപ്പോൾ നോക്കുന്ന ഒരു ഫസ്റ്റ് വണ്ടി, KLX 230. ഇതിൻ്റെ ഇൻ്റർനാഷണൽ വേരിയൻ്റാണ്. അതാണ് ഇവിടെ സിംഗാമല്ല, അതിൻ്റെ ഫ്രെയിമൊക്കെ സിൽവർ വരുന്നത്. സോ ഇതെടുക്കണമെന്നാണ് പ്ലാന് നമ്മുടെ റൈഡിന്. കിട്ടുമെന്നറിയത്തില്ല, എന്തായാലും നോക്കാം.
വണ്ടി കൊള്ളാം, അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ ആദ്യമുള്ള വണ്ടി ഇതാണ് KLX 230 എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ വലിയ പാടാണ്. ഇത് ഇൻ്റർനാഷണൽ മോഡലാണ്. അതാണ് ഫ്രെയിം സിൽവർ കളർ വന്നിരിക്കുന്നത്. പിന്നെ എൻജിൻ കേസിങ്ങിൻ്റെ അവിടെയൊക്കെ ഉണ്ടോ കാവാസാക്കിയുടെ ലോഗോ, അതൊക്കെയാണ് നമുക്ക് ഇൻ്റർനാഷണൽ വേരിയൻറ്റിൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ സസ്പെൻഷൻ ഫ്രണ്ട് വരുന്നത് ഷോവയുടെ സസ്പെൻഷനാണ്. ഷോവ ബ്രാൻഡിൻ്റെ നല്ല കിടില സസ്പെൻഷനാണ്. അപ്പം ഇത് കിട്ടുമോ നോക്കണം, ഇൻ്റർനാഷണൽ വേരിയൻറ്റ്. പിന്നെ ഏകദേശം ഓൺ റോഡ് വരുന്നത് 2,89,000. ഇന്ത്യൻ വെർഷൻ ആണെങ്കിൽ ഏകദേശം 2,35,000 എന്തോണ് വരുന്നത്. അതാണ് ഇതിൽ കാണിച്ചിരിക്കണം 1,84 ഷോറൂം. ഓൺ റോഡ് വരുമ്പോൾ 2,35 സംതിങ് വരും. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ ഷോവയുണ്ട്, ഭയങ്കര സ്മൂത്ത് സസ്പെൻഷനാണ്. നമുക്ക് ഓഫ് റോഡൊക്കെ അത്യാവശ്യം എന്തായാലും ഒരു ലോങ് ട്രാവലാണ് വേണം. അപ്പം നമുക്ക് ലൈറ്റ് വണ്ടി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ ബട്ടറി സ്മൂത്ത് ആയിരിക്കണം. സോ ഈ വണ്ടി ഒരു കസ്റ്റമറിൻ്റെ വണ്ടിയാണ്. ഇത് സോൾഡ് ഔട്ടാണ്. വണ്ടി കൊള്ളാം, അത്യാവശ്യം നല്ല കിട്ടില്ല ഒരു വണ്ടി. നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടി, നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. ഇതിൽ ഗൈസ് 230cc എൻജിനാണ് വരുന്നത്. ഏകദേശം 19 bhp 19 Nm ടോർക്ക് അതിനടുപ്പിച്ച് വരുന്നതാണ്. ഡുവൽ ചാനൽ ABS എല്ലാം ഉണ്ട്. ഫ്രണ്ട് ഉണ്ടോ LED ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഹാലജൻ, പിന്നെ ടെയിൽ ലൈറ്റും നോർമലാണ്. സോ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇതെടുക്കണോ അത് ഞാനിനി അടുത്ത് കാണിക്കാൻ പോണ വണ്ടി എടുക്കണമെന്ന്. സോ ഗൈസ് നമ്മൾ വണ്ടി നോക്കിയായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ കാവാസാക്കിയുടെ KLX 230 ആണ്. അതിൻ്റെ ഇൻ്റർനാഷണൽ വേരിയൻ്റാണ് നമ്മൾ നോക്കി. ഭയങ്കര ചൂട് ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അത്യാവശ്യം പേരൊക്കെയും ചെയ്യും, അതുകൊണ്ട് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ KLX 230 ആണ് നോക്കിയ വണ്ടി. വണ്ടി കൊള്ളാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ്. എനിക്ക് കാലൊക്കെ അത്യാവശ്യം എത്തുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഹൈറ്റ് ആയിരിക്കും, എത്തുന്നുണ്ട്. ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും 2 ലെഗും എനിക്ക് ടിപ് ടോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ വണ്ടി അവൈലബിലിറ്റി കുറവാണ്, എങ്കിലും ഇവിടുത്തെ പുള്ളി എനിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. ഇന്ദ്രജിത്താണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാനൊന്ന് നോക്കട്ടെ, ട്രൈ ചെയ്തിട്ട് കിട്ടുമെന്ന്. നമുക്കിനി രണ്ടാമത്തെ വണ്ടി ഏതാന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്ത് വണ്ടി എടുക്കണം എന്നുള്ളത്. ഇത് കിട്ടുമെങ്കിൽ നമുക്ക് ഇത് തന്നെ എടുക്കാം. കാരണം തായ്ലാൻഡ് മെയ്ഡാണ്, ഇൻ്റർനാഷണൽ സാധനമാണ്. കുറേ പ്രീമിയം സംഭവങ്ങളുണ്ട്, ഷവർ സസ്പെൻഷനും അങ്ങനെയുള്ള സംഭവങ്ങൾ. സോ നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ അടുത്ത ഷോറൂമിൽ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത വണ്ടി ഒന്ന് പോയി നോക്കാം. ഹീറോയുടെ ഷോറൂമിലാണ്. നിങ്ങൾക്ക് വണ്ടി ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഹീറോയുടെ എക്സ്പൾസ് നോക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. സോ നമുക്ക് ഷോറൂമിൽ അങ്ങോട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി, എക്സ്പൾസിൻ്റെ 210. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്. കാര്യം എന്തെന്ന് വെച്ചാൽ കാവാസാക്കിയുടെ സർവീസ് എത്രത്തോളം നമുക്ക് നോർത്ത് സൈഡ് ലഡാക്കിലൊക്കെ അവൈലബിൾ ആണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഒരു സെക്കൻഡറി ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ നമുക്ക് ഏതെടുക്കണമെന്ന്. എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വീഡിയോസിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടു. മേ ബി അത് പലർക്കും പല കാര്യങ്ങളായിരിക്കാം. സോ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നമുക്ക് ലഡാക്കിൽ പോകാൻ എവൻ മതിയോ അതോ വേറെ വല്ല വണ്ടി എടുക്കണമെന്ന്. സോ 2 വണ്ടി ഞാൻ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമായിരിക്കും. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും ഞാൻ കൺഫേം ചെയ്യുന്നത്. സോ ഇത് ഹീറോയുടെ എക്സ്പൾസ് 210 ആണ്. TFT ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. ഇത് എനിക്ക് ടിപ്ടോ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം കാലത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ്, നമ്മൾ ഹീറോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം
നമ്മൾ 2 വണ്ടി, ഒന്ന് കാവാസാക്കിയുടെ KLX 230യും ഒന്ന് നമ്മുടെ ഈ ഒരു എക്സ്പൾസിൻ്റെ 210 ആണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ടായിരിക്കും നമ്മൾ ട്രിവാൻഡ്രം ടു ലഡാക്ക് പോകുന്നത്, അതായത് കേരള ടു ലഡാക്ക്. അപ്പം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു വണ്ടിയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. അതായത് വണ്ടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, മൈലേജ് വേണം, പിന്നെ ഇരിക്കാനുള്ള കംഫർട്ട് വേണം, കാരണം ഇത്രയും ദൂരം പോകുന്നതല്ലേ. പിന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇൻ കേസ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടണം. സോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യുന്നത്. മെയിൻലി ഫോർ ദി ട്രിപ്പ്. എനിക്കിപ്പം അല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി വണ്ടികളുണ്ട്. സോ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടാണെങ്കിലും നമ്മൾ കേരളത്തിനകത്ത് കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായിട്ടായിരിക്കും നമ്മുടെ ലഡാക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വണ്ടി ഇറക്കുന്നതായിരിക്കും. വണ്ടിയുടെ അവൈലബിലിറ്റി ഇപ്പം KLX കിട്ടുമെന്ന് അറിയത്തില്ല. 230 നമുക്ക് നോക്കാം. കാവാസാക്കിന്ന് ട്രൈ ചെയ്യും. കിട്ടുവാണെങ്കിൽ നമ്മൾ ഒന്ന് തീരുമാനിച്ചിട്ട് എവിടെയൊക്കെ സർവീസ് നെറ്റ്വർക്ക് നോർത്ത് സൈഡ് കിട്ടുന്നത്, ലഡാക്ക് സൈഡ് കിട്ടുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും. സോ ഏത് വണ്ടി എടുത്തിട്ട് നമ്മൾ ഏത് ട്രിപ്പ് പോയാലും ഗിവ് അവേ നടന്നിരിക്കും ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഗിവ് അവേ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുകയായിരിക്കും. പിന്നെ നിങ്ങൾ മറക്കല്ല്, നമ്മളെ ജാനുവരി മന്ത് ഗിവ് അവേയുടെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 18th ആണ്. 18th നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും വിന്നറിനെ. നിങ്ങൾ ജാനുവരി മന്ത് ഗിവ് അവേയുടെ ഫുൾ വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യുക, അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ കമൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ കമൻറ്റ് പിക്കർ യൂസ് ചെയ്ത് വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കാഷ്യോ റോയാലിയുടെ കസ്റ്റമൈസ്ഡ് ക്രോണക്സ് ബ്രാൻഡ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ജുറാസിക് പാർക്ക് എഡിഷൻ AE1200 വാച്ച് കൊടുക്കുന്നത്. സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത മാസം ഒരു ഒന്നല്ല രണ്ട് ഗിവ് അവേ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലൊരെണ്ണം ഒരു മെഗാ ഗിവ് അവേ ആണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഒരു മെഗാ ഗിവ് അവേയിൽ വരുന്നത്. സെക്കൻഡ് ഗിവ് അവേ അത് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ജനുവരി മാസത്തെ ഗിവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത മാസത്തെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. See you. Bye.